റൈസ് കുക്കറിൽ എങ്ങനെ അടിപൊളിയായിട്ട് ബീഫ് കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 3 വലിയുള്ളി, 3 തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് റൈസ് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വലിയുള്ളിയൊക്കെ വളരെ നൈസായിട്ട് അരിയാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അധിക സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങും അതേപോലെ തക്കാളിയും കറിവേപ്പിലയും മല്ലിച്ചപ്പും ഒക്കെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് മുളക് കുറച്ചത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ബീഫ് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ആ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ, അതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്തോ ഒരു കുറവുണ്ടല്ലോ നോക്കുമ്പോഴാണ് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഉള്ളി വാട്ടുന്ന സമയത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചേർത്ത് വെച്ച് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇതിൽ മിക്സായി പോവും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞാനൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പച്ചമണം കൂടി ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. നമ്മൾ ചേർത്ത തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. അപ്പോൾ അതാ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിയും ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മളെ മസാല കിട്ടാൻ. ഈ ഒരു സമയമാകുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് 3/4 കിലോ ബീഫ് ഉണ്ടാവും കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ആ ഒരു ചേർത്ത മസാലേൻ്റെ കൂട്ടുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയിട്ട് വേണം റെഡിയാക്കാൻ. അപ്പോഴേ ആ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബീഫിൽ ശരിക്കും വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. കുക്കറാണെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് റൈസ് കുക്കറാണ്, അപ്പോൾ കുറച്ച് സമയം വേവുണ്ടാവും. അതുകൊണ്ട് ഞാനിതൊന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ അടിച്ച ആ ഒരു ജാറിൽ ഞാൻ കുറച്ചൊന്ന് ചുഴത്തിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യുക, ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. റൈസ് കുക്കർ വാങ്ങിയിട്ട് ഞാനിതുവരെ ചോറ് വെച്ചിട്ടില്ല കേട്ടോ, കറിയാണ് വെച്ചത്. എന്താ അറിയില്ല, ഇതിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കൂല ആ ഒരു ടേസ്റ്റ്. ഞാൻ ഈ ഒരു വാമൊന്ന് കുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 3/4 മണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് ഇത് വേവാൻ കേട്ടോ. പക്ഷേ എന്താ അറിയില്ല, ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് നല്ല അപാര രുചിയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്നു നോക്കിയതാണ് കേട്ടോ. ബീഫ് ആദ്യമായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, എന്താണ് വെള്ളം വറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേവാൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയുള്ളിയോ വലിയുള്ളിയോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പില അതേപോലെ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം അല്പം ബീഫ് മസാലയും അതേപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വറവിട്ടത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. റൈസ് കുക്കറില്ലാത്തവർ എന്ത് ചെയ്യുക, കുക്കറിൽ റെഡിയാക്കി നോക്കുക. റൈസ് കുക്കർ വെച്ചുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.